നമസ്കാരം. ഇറാനിൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കവുമായാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഏകദേശം 9,000 ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ടെഹ്റാൻ, ഹോം എന്നീ 2 ഇറാനിയൻ നഗരങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ ഇറാനിൽ വീണ്ടും ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ടെഹ്റാനിലെ മൊഹ്റാബാദ് വിമാനത്താവളത്തിനടുത്ത് ഇസ്രയേൽ ആക്രമണം നടത്തിയതായാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. നാശനഷ്ടം എത്രത്തോളം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇസ്രയേൽ സംഘർഷത്തിൽ റഷ്യ ഇറാന് സഹായം നൽകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം നടന്നത്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാന്റെ ആക്രമണത്തെ തടഞ്ഞെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രയേൽ മാധ്യമം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിൽ വീണ്ടും ആക്രമണം ഘടിപ്പിച്ച ഇസ്രയേൽ ടെഹ്റാനിലെ മെഹ്ബാദ് വിമാനത്താവളത്തിനടുത്ത് ഇസ്രയേൽ ആക്രമണം നടത്തി എന്നാണ് വീണ്ടും ഒരു വിവരം. നാശനഷ്ടങ്ങൾ എത്രത്തോളം എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇസ്രയേൽ സംഘർഷത്തിൽ റഷ്യ ഇറാന് സഹായം നൽകുന്നു എന്നുള്ള ആ സ്ഥിരീകരണം വന്നതിന് പിന്നാലെയായിരുന്നു ഈ തിരിച്ചടി നേരിട്ടത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് യാതൊരുവിധ അയവുമില്ല. ഈ ഭീതിയിലാണ് ലോകം ഇന്നുമുള്ളത്. യുഎസിനും ഇസ്രയേലിനുമെതിരെ 23ാം റൗണ്ട് ആക്രമണം തുടങ്ങിയതായാണ് ഇറാൻ സൈന്യവുമായ റെവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ മിസൈലുകൾ തകർത്തെറിഞ്ഞെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രഖ്യാപനവും എത്തിയത്. അതിനിടെ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർഡ് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും കരിങ്കടലിലെത്തുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡ് സുയസ് കനാൽ മാർഗമാണ് കരിങ്കടലിലെത്തിയത്. ഇറാനുമായി കരിങ്കടലിൽ നേരിട്ട് അതിർത്തി പങ്കുവെക്കുന്നില്ല എങ്കിലും ഏതൻ കടലിടുക്ക് വഴി ഇറാന് സമീപം എത്താനാകും. വെനസ്വേലൻ നേതാവ് നിക്കോളാസ് മദൂറോയെ പിടികൂടിയത് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ നീക്കങ്ങളിൽ USS ജെറാൾഡ് ഫോർഡ് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. അതേസമയം മധ്യ ഇറാനിലെ നദാൻസ് നഗരത്തിൽ സ്ഫോടനം ഉണ്ടായതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം നദാൻസിലാണ്. 2025 12 ദിവസവും യുദ്ധത്തിൽ നിലവിൽ നടന്നിരുന്ന സംഘർഷങ്ങളിലും നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ US ആക്രമണം നടത്തിയിരുന്നു. ഇറാനെ നയിക്കാൻ യോഗ്യനായ നേതാവിനെ US തേടുകയാണ് എന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ US ഇടപെടുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. എത്തിയതിനു പിന്നാലെയായിരുന്നു വൈറ്റ് ഹൗസിന്റെ പ്രതികരണം. എന്തായാലും US ഇന്റലിജൻസ് ഏജൻസികളും സർക്കാരും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിലും അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാകില്ല എന്നാണ് ലെവിറ്റ് പറയുന്നത്. ഇറാന്റെ വ്യോമ മേഖലയെ പിടിച്ചെടുക്കാനുള്ള US ശ്രമിക്കുന്നതെന്നും ലെവിറ്റ് കൂട്ടിച്ചേർത്തു. 4 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ഈ ലക്ഷ്യം നേടുമെന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ നിരുപാധികം കീഴടങ്ങുകയല്ലാതെ മറ്റൊരു കരാറിനും US തയ്യാറല്ല എന്നാണ് ട്രംപിന്റെ പക്ഷം. എന്നാൽ അമേരിക്കയെ വിശ്വാസമില്ല എന്നാണ് ഇറാൻ ഉപവിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഒരു ഫ്രഞ്ച് മാധ്യമത്തിന് നൽകിയ കാര്യത്തിലാണ് അമേരിക്ക വിശ്വാസമില്ല എന്ന കാര്യം ഇറാൻ തുറന്നു പറഞ്ഞത്. രാജ്യാന്തര നയതന്ത്രത്തെയും വഞ്ചിച്ചു എന്നാണ് റവാഞ്ചി ആരോപണം. അതായത് അമേരിക്കയെ ഒരു കാര്യത്തിലും ഇറാൻ വിശ്വസിക്കില്ല എന്ന വാസ്തവം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രധാന കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനുള്ള ഉദ്ദേശമില്ല എന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ പാത ഉപയോഗിക്കുന്ന കപ്പലുകളുടെ സുരക്ഷാ ഉത്തരവാദിത്വം അതാത് കപ്പലുകൾക്ക് തന്നെയായിരിക്കുമെന്നാണ് IRGC വക്താവ് വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഇസ്രയേൽ US കപ്പലുകളെ അല്ലാതെ മറ്റൊരു കപ്പലുകളെയും ഇറാൻ ആക്രമിക്കില്ല എന്ന് സൈന്യം നിലപാടെടുത്തിട്ടുണ്ട്. അതേസമയം ഇറാനെതിരായ യുദ്ധം ഇസ്രയേൽ തെക്കൻ ലെബനിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ദഹിയെ ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിൽ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ വ്യോമാക്രമണം നടത്തിയതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ ഹിസ്ബുള്ള ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല.